ഉസ്താദെ നിങ്ങളെ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഭർത്താക്കന്മാരെ നോക്കുന്നതിനെ പറ്റിയൊക്കെ ഒന്ന് നല്ലോണം പറയണം കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കും അതെന്താ? അല്ല ഓള് ദീനൊക്കെ തന്നെയാണ്, നിസ്കരിക്കും നോമ്പൊക്കെ ചെയ്യും, പിന്നെന്താ കുഴപ്പം? അല്ല പൊരേ കയറി ചെന്ന ഒരാൾക്ക് വെള്ളം തരുന്നെടുത്ത്, അല്ലെങ്കിൽ ഇന്റെ ഒരു ബേജാറ് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതെങ്ങനെ വാങ്ങി, നമുക്കത് അങ്ങനെ ചെയ്യാൻ നിങ്ങളെ പൈസ ഉണ്ടോ? ഇതൊന്നുമില്ല. പക്ഷെ ആള് നിൽക്കാരോ നോമ്പൊക്കെ ക്ലിയറാ. ആ ദീനല്ലോ കുടുംബത്തിലെ ദീന്. അയാളെ നെഞ്ചറിയണം, അയാളെ നൊമ്പരറിയണം, അയാളെ സങ്കടം സ്വന്തം തോളം കൊണ്ട് ഇല്ലാണ്ടാക്കണം. അതാണ് ദീന്. ആ ദീന ഇസ്ലാം പഠിപ്പിച്ച അതൊരു സമാധാന. മരിച്ചടക്കുന്ന ഭാര്യയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാൻ ഭർത്താവിനോട് നാട്ടുകാര് പറഞ്ഞു. അവസാനം ഉമ്മ എടുക്കാൻ പോയ മൂപ്പർക്ക് ഒരു കുറവ്. കാരണം എന്താ? 40-ാം വയസ്സിൽ നിർത്തിയത് ഉമ്മ എടുക്കലൊക്കെ. അപ്പൊ അങ്ങനെയാ. മൂത്ത മോളെ കെട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിയ്യാപ്പള പുറത്തും 30 അകത്തും. നമ്മൾ സ്വയം വലുതായി എന്നാ ചിന്തിക്കുക. 95 വയസ്സായാലും 100 വയസ്സായാലും ഭാര്യയും ഭർത്താക്കന്മാരും പ്രിയപ്പെട്ടവർ തന്നെയാണ്. അവർക്ക് പകരം വെക്കാൻ വേറെ ആരുമില്ല. എന്റെ ഓക്ക് പകരം നിൽക്കാൻ വേറെ ഒരു പെമ്മക്കൾ ഉണ്ടായിട്ടും കാര്യമല്ല. എന്റെ ഭാര്യയായിട്ട് ഓൾ എന്നെ വേണം എന്റെ കാര്യങ്ങൾ ചെയ്യാൻ. ആ ചിന്തയാണ് കുടുംബത്തിലെ ദീന്, സമാധാനം. അവൾക്കും ആഗ്രഹങ്ങളുണ്ട്, അവൾക്കും സ്വപ്നങ്ങളുണ്ട്, അവൾക്കും ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കലാണ് ദീന്. ഞാൻ ദീർഘിപ്പിക്കല്ല, ഞാൻ അവസാനിപ്പിക്കുക. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ദീനുണ്ടെങ്കിൽ അതൊരു മനസ്സമാധാനം. ആ ദീൻ ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥവും സന്തോഷവും സമാധാനവും ഉണ്ടാവും. മക്കളെ കാര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ദുനിയാവെന്ന ഒരു വാപ്പയമ്മ ഏറ്റവും സമാധാനത്തിൽ മടങ്ങുന്നത് എപ്പോഴാ? മക്കള് മയ്യത്ത് സ്കരിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്. ദുനിയാവെന്ന് കൂടെ പോരുന്ന ഏറ്റവും വലിയ പുണ്യം. പക്ഷെ ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് മൂത്ത മോനെ മോളെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കാം, മോനെ ഉമ്മപ്പം മരിച്ചാല് അല്ലെ വാപ്പ ഈ സമയത്ത് മരിച്ചു വീണ എന്റെ പൊന്നു മോനാണ് മയ്യത്തസ്കാരത്തിന് നിൽക്കേണ്ടത്. എന്റെ മോന് മയ്യത്തസ്കാരത്തിന്റെ പ്രാർത്ഥന ഒന്ന് ചെല്ലിത്താം. അപ്പൊ പറയാ അമ്മേ എനിക്ക് അറിഞ്ഞൂടട്ടോ. ഇത് മയ്യത്തസ്കാരത്തിന്റെ 3ാമത്തെ തക്ബീറിന് ശേഷമുള്ള അല്ലാഹു മഗ്ഫിർ വർഹംഹു വഅഫീഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു എന്ന ദുആ സ്വന്തം വാപ്പാന്റെ തലക്കും ഭാഗത്ത് നിന്ന് നെഞ്ചു പൊട്ടി കണ്ണു നിറഞ്ഞൊരു മകൻ പറഞ്ഞു കൊടുക്കുന്നത് അറിഞ്ഞൂടാത്തൊരു മോനാണെങ്കിൽ വാപ്പാരന്മാരെ നിങ്ങൾ വലിയ നഷ്ടത്തിലാട്ടോ. നിങ്ങൾ ദുനിയാവ് എങ്ങനെ വാരി പിടിച്ച് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താലും ഒരു മനസ്സമാധാനത്തോടെ പടച്ചോന്റെ അടുത്തേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. ആ മക്കളെ ശത്രുക്കളായിട്ടേ പരലോകത്ത് നിങ്ങൾ കാണൂ. ആ മക്കൾ നിങ്ങളെ ശത്രുക്കളായിട്ടേ റബ്ബിനെ പരിചയപ്പെടുത്തൂ. ഇവര് കാരണ റബ്ബെ ഞങ്ങൾ ഇങ്ങനെയായി പോയത് എന്ന് സ്വന്തം വാപ്പന്റെയും ഇമ്മന്റെയും മുഖത്ത് നോക്കി മക്കൾ പറയുമ്പം അന്ന് ദീനിനെ ഇല്ലായ്മയെ പറ്റി സങ്കടപ്പെടുന്ന അവസ്ഥ വരാതിരിക്കാൻ ദുനിയാവില് കുടുംബത്തിൽ ദീനിന്റെ എല്ലാ ഭാഗവും റെഡിയാണ്. പട്ടിണിയാണോ? അഡ്ജസ്റ്റ്മെന്റാണ്. ഇനി മക്കളെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടോ? റെഡിയാണ്. ഞാൻ പറയാറുണ്ട് അതും കൂടി അഡ്ജസ്റ്റ്മെന്റ് ആകുന്നത് അതുകൊണ്ടാണ്. ചില മോൻ നല്ലോണം പഠിച്ചെന്ന് വരും, ചിലത് പഠിക്കാണ്ട് പോകും. അപ്പോഴേക്കും നമ്മൾ ടെൻഷനായി. അതെന്താ? മൂത്തോ നല്ലോണം പഠിക്കുന്നുണ്ട്, ഇളയത് ഇങ്ങനെയാ. ആയിക്കോട്ടെ, ഓൻ അള്ള വിധിച്ചൊരു രീതി ഉണ്ടാവും. അല്ലാണ്ട് ഓൻ അങ്ങനെ ആയിപ്പോയിന്റെ പേരിൽ ഓനോട് വേർതിരിവ് കാണിക്കരുത്. ഇത് മണ്ടേ, ഓക്ക് വിവരമുണ്ട് എന്ന് മക്കളെ വേർതിരിക്കരുത്. ഇതൊക്കെയാണ് നമ്മുടെ സമാധാനം. ആ സമാധാനത്തോടെ ചിന്തിക്കുമ്പോഴേ നമ്മുടെ മനസ്സിനൊരു ശാന്തത ഉണ്ടാവൂ. നമ്മളെ സാമ്പത്തിക രംഗത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. സമ്പത്തിലെ ദീനി സമാധാനം എന്താ? കുറെ മുതലുണ്ടാവില്ല. ഞാൻ എൻ്റെ ഒരു പ്രസംഗത്ത് പറഞ്ഞിട്ടുണ്ട്, MA യൂസഫ് അലി സാഹിബ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ 3000 കോടി കൈമലുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവും മാതാവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് വിദേശ രാജ്യത്ത് അഥവാ ദുബായിൽ ഏറ്റവും നല്ല ആശുപത്രിയിലേക്ക് വാപ്പാന്റെ ശരീരം കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ഡോക്ടറെ വിളിച്ച് പറഞ്ഞു, എന്റെ പൈസ കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഞാൻ ചെയ്യും, എത്ര പൈസ ഞാൻ ചെലവാക്കും, എനിക്ക് എന്റെ വാപ്പാനെ നല്ലോണം കിട്ടിയാൽ മതി. ഫോണിൽ കൂടെ അത് പറഞ്ഞ യൂസഫ് അലി സാഹിബ് ആശുപത്രിന്റെ അടുത്തെത്തുമ്പോഴേക്കും വാപ്പ പടച്ചോന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഡോക്ടർമാര് പുറത്തു വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ കൊണ്ടാവണത് നോക്കി പിടിച്ചു നിർത്താൻ പറ്റിയിട്ടില്ല. അപ്പം പൈസ കൂടുതൽ ഉണ്ടാകലൊന്നും സമാധാനമല്ല. 10 റുപ്യ കിടക്കേണ്ട സ്ഥാനത്ത് 1000 റുപ്യ കിടക്കുമ്പോൾ നമ്മളെ ചിന്ത മാറുകയും ചെയ്യുന്നത്. എന്ന് കരുതിയിട്ട് പണം വേണ്ടാന്നല്ല, പക്ഷെ പണമാണ് ജീവിതം എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ സമാധാനം ഉണ്ടാവില്ല. പിന്നെ ആർത്തിയ മനുഷ്യന്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ പൈസക്കാർക്കൊക്കെ സമാധാനം ഉണ്ട്? ഇല്ലട്ടോ. കോടീശ്വരനും സമാധാനക്കേടേ ഉള്ളൂ. ഇനിയും ആർത്തി പിടിച്ചോടുക. ഈ ദുനിയാവിലെ പടച്ചറബിന്റെ ദുനിയാവിൽ ആർത്തി പിടിച്ച് സമ്പാദിക്കുക. എന്നിട്ട് അതിന്റെ പേരും പെരുമയും ഖബറിൽ എത്തുന്നവരെ ആ പവറും പത്രാസും കാണിച്ച് ജീവിക്കാൻ മുതലിന്റെ പിന്നാലെ ഓടുന്നവര്. അതുകൊണ്ട് തന്നെ പണം എന്ന ആർത്തിക്ക് പിന്നാലെ മനുഷ്യൻ പോകുമ്പോൾ സമാധാനം ഇല്ലാണ്ടാവും. പടച്ചോൻ തന്നത് അന്നത്തേക്ക് ഉപയോഗിക്കുക.
നിക്ഷേപമാക്കി വെക്കണ്ടെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ആവശ്യത്തിന് കരുതി വെക്കുക. എന്നാൽ ആ സമ്പത്ത് കൊണ്ട് മറ്റൊരാളെ സഹായിക്കാൻ പറ്റുമോ, അതിനത് ഉപയോഗിക്കുക. ബംഗാളം അല്ലെങ്കിൽ ബംഗാള പ്രദേശത്ത് പൈസ കടം ചോദിച്ചിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സങ്കടത്തിലും കൊടുക്കാൻ കഴിവുണ്ടായിട്ടും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ചവൻ അവസാനം ആ അസുഖം ബാധിച്ച് അവന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും അവന്റെ കണ്ണിന്റെ കാഴ്ചശക്തി പോയാലും ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും പടച്ചവനോട് കണക്ക് പറയേണ്ടി വരുന്ന, ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാ, ഒരു സാധു മനുഷ്യൻ എന്നോട് പറഞ്ഞ കഥയാ. കണ്ണിനൊരു ഓപ്പറേഷൻ 15,000 രൂപ കൊടുത്ത ഓപ്പറേഷൻ നടത്തും. അയാൾക്ക് കാഴ്ചശക്തി ഉണ്ടാവും. ഡോക്ടർമാർ അത് പറഞ്ഞപ്പോൾ നാട്ടില് റോഡിന്റെ സൈഡില് ചൈനീസ് സാധനം 10 റുപ്യന്റെ ചൈനീസ് സാധനം വിൽക്കുന്ന ആ സാധു 10ഓളം പൈസക്കാരെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, ഒരു 15,000 രൂപ വാങ്ങി കടം തരുമോ, ഞാൻ തിരിച്ചു തരും, ഒരു കൊല്ലത്തിന്റെ അടുത്ത് തിരിച്ചു തരും. ഒരു മനുഷ്യനും കൊടുത്തില്ല, കിട്ടൂല എന്നുള്ള പേടി. ഇന്ന് ആ മനുഷ്യൻ കണ്ണ് കാണാതെ കൈ വടിയും കുത്തിപ്പിടിച്ചിട്ട് കച്ചവടം നടത്തുക. ആ നാട് മൊത്തം പടച്ചവനോട് കണക്കറിയേണ്ടി വരും. അനക്കാൻ മടിയാ ചിലർക്ക്. ദീന് എന്ന് പറഞ്ഞാൽ, സമാധാനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൊടുക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും ഒക്കെയാണ്. അതാ ഈമാൻ, അതാ സമ്പത്തിലെ ഈമാൻ. അല്ലാണ്ട് ഈമാൻ ഉണ്ടാവുക, ഏറ്റവും വലിയ ഈമാൻ എന്താണെന്നറിയോ, സാമ്പത്തിക രംഗത്ത് നല്ല നിലയ്ക്ക് ഇടപെടല. അല്ലാണ്ട് നിസ്കരിക്കലും നോമ്പൊരിക്കലും. നമ്മൾ നാട്ടിലും ചില ആളുകളെ പറ്റി പറയാറില്ലേ, ആള് നല്ല ദീന, പക്ഷെ ഇറക്കാൻ മടിയ, പൈസ ഇറക്കാൻ മടിയ. അത് കൈമല്ലും കാൽമൊന്നും ഒരു കഷ്ണ ഇറച്ചി അരിഞ്ഞു കൊടുക്കുന്ന മാതിരി എന്തെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാത്തിനും ഈമാൻ ഉണ്ടാവും. 5 വക്ത് നിസ്കരിക്കാൻ പള്ളിയിൽ 1-ാമത്തെ സഫിൽ ഉണ്ടാവും. എല്ലാ കാര്യത്തിനും ഒത്താശക്കും ഉണ്ടാവും. എന്തെങ്കിലും കൊടുക്കുക എന്നുള്ള ഇടത്തില് ഇത്രക്ക് വേജാറുള്ള മനുഷ്യന്മാര് വേറെ ഉണ്ടാവില്ല. ഇനി ഞാൻ തമാശക്ക് പറയാറുണ്ട്, നിസ്കാരത്തിനും നോമ്പിനും അല്ലെങ്കിൽ ഒതൂനൊന്നും പൈസ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ നിസ്കാരത്തിന് 100 റുപ്യ ഒതൂന് 50 റുപ്യ ആക്കി വെക്കേണ്ടി, സർവ്വ പള്ളി പൂട്ടിയിടേണ്ടി വരും. എന്തെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ദീന. അത് കൊടുക്കുമ്പോഴേ അള്ളാഹ് വലുതാക്കി തരൂ. കൊടുത്തതിന്റെ പേരിൽ ഒരാളെയും പടച്ചോൻ കുറപ്പിച്ചിട്ടില്ല. ഒരാളെയും പടച്ചോൻ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യൂല. നമുക്ക് പോയ വഴി അള്ളാഹ് 10 വഴിയാക്കി തിരിച്ചുണ്ട തരുന്ന. അതുകൊണ്ട് ആ സഹാബാക്കൾ കൊടുത്തതോടുകൂടി അവർക്ക് സമാധാനായി, മനസമാധാനായി. വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങി, മറ്റൊരായത്തിറങ്ങി, ആയത്ത് കേട്ട അബൂ തൽഹ തന്റെ തോട്ടത്തിൽ നിന്ന് ഓടി വന്ന് റസൂലിനോട് ചോദിച്ചു, നബിയെ ഞാൻ എന്താ കൊടുക്കണ്ടേ? റസൂൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് കൊടുക്കണം. എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട്? അദ്ദേഹം പറഞ്ഞു, നബി എന്റെ തോട്ടം ആയിരക്കണക്കിന് പക്ഷികൾ കാരക്കത്തു നിന്ന് പോകുന്ന തോട്ടം, മൈലുകളോളം. അന്നത്തെ ചരിത്രം പറയുന്നുണ്ട് 2 ലക്ഷത്തിലധികം ഈത്തപ്പനകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഒരു 2 ലക്ഷം തെങ്ങുകൾ മനസ്സിലാലോചിച്ച് നോക്കി എത്ര വലിയതായിരിക്കുന്നു. 2 ലക്ഷം ഈത്തപ്പനകളോളമുള്ള തോട്ടം. ആ തോട്ടമാണ് നബി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷേ ആ തോട്ടം പലപ്പോഴും എന്റെ ശ്രദ്ധ നശിപ്പിക്കുന്നുണ്ട് നബിയെ. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ എന്റെ തോട്ടത്തിലുള്ള ഈത്തപ്പനയുടെ പറമ്പിൽ, ഈത്തപ്പനയുടെ ഓലയിൽ വന്നിരുന്ന് കാരക്ക കൊത്തിത്തെത്തുന്ന കുരുവികളുടെ, പക്ഷികളുടെ കളികളും ചിരികളും എന്റെ നമസ്കാരത്തെ എപ്പോഴൊക്കെയോ നശിപ്പിക്കുന്നുണ്ട് നബിയെ, ആ ചിന്ത. അതുകൊണ്ട് പ്രവാചക, ഞാൻ ആ തോട്ടം ഇസ്ലാമിന് തരാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ തോട്ടം റസൂലുള്ളാഹിക്ക് ഏൽപ്പിച്ചു കൊടുത്ത് തിരിച്ചു നടക്കുന്ന അബൂ തൽഹ റസൂലിനോട് ചോദിച്ചത് ഒരൊറ്റ ചോദ്യ, എനിക്കാകെ അറിയുന്ന പണി തോട്ടത്തിലെ വിളവെടുപ്പാ നബിയെ. അതുകൊണ്ട് ആ തോട്ടത്തിലെ പണിക്കാരനായി നിങ്ങൾ എന്നെ കൂട്ടണം. അപ്പൊ സമ്പത്ത് കൂടലല്ല സമാധാനം. സമ്പത്തുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പടച്ചോന്റെ മാർഗത്തിലേക്ക് കൂടി കുറച്ച് കൊടുത്ത് അള്ളാനെ കണ്ടുമുട്ടാൻ സാധിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവല. പക്ഷെ ഇന്ന് നമ്മളെ പണം കൊണ്ട് എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാൽ ദുനിയാവിൽ നശിക്കേണ്ടതൊക്കെ ഉണ്ടാക്കി, കബറിലേക്ക് എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാൽ വട്ടപൂജ പലർക്കും.